ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ വീണ്ടും ചലനം സൃഷ്ടിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തേക്ക് വരുന്നത്. ടിഡിപിയുടെ അധ്യക്ഷനും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡു കേന്ദ്രത്തിലെ ബിജെപി നേതൃത്വത്തോട് അകലം പാലിക്കുകയാണോ എന്ന സംശയം ഇപ്പോൾ ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവായ YS ശർമിളയുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള നീക്കം നടക്കുന്നുവെന്ന സൂചനകളും തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയുമായി ചില രാഷ്ട്രീയ ചർച്ചകൾ നടന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. 2019 ഇന്ത്യയിൽ നിന്നും പിന്മാറിയ ശേഷവും പിന്നീട് വീണ്ടും BJPയുമായി കൈകോർത്തത് നായിഡുവിൻ്റെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ BJPക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ TDPയുടെ പിന്തുണ നിർണായകമായി മാറി. അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ നിലപാട് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ്. YSR കുടുംബം ആന്ധ്ര രാഷ്ട്രീയത്തിൽ ഇന്നും ശക്തമായ സ്വാധീനം പുലർത്തുന്ന ഒരു കുടുംബമാണ്. YS ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയായ YS ശർമിള അടുത്തിടെ കോൺഗ്രസിൽ ചേർന്നതും ആന്ധ്രയിൽ കോൺഗ്രസ് പുനരുജ്ജീവനത്തിന് ശ്രമിക്കുന്നതും രാഷ്ട്രീയ സമവാക്യങ്ങളെ സങ്കീർണമാക്കുന്ന ഘടകങ്ങളാണ്. YS ശർമിളയും ചന്ദ്രബാബു നായിഡുവും തമ്മിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ച ഉടൻ നടക്കുമെന്ന സൂചനകൾ പുറത്തുവരികയാണ്. ഇത് യഥാർത്ഥത്തിൽ BJPക്ക് സമ്മർദ്ദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രേവന്ത് റെഡ്ഡിയുമായി ചന്ദ്രബാബു നായിഡു ചില വിഷയങ്ങളിൽ ആശയവിനിമയം നടത്തിയെന്ന റിപ്പോർട്ടുകളും ശ്രദ്ധേയമാണ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ജലവിതരണ നിക്ഷേപ പദ്ധതികൾ, IT സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നതായി പറയപ്പെടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ചില നയങ്ങളിൽ ആന്ധ്രയ്ക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്ന ആരോപണം TDP വൃത്തങ്ങളിൽ നിന്നും ഇടയ്ക്കിടെ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേക സംസ്ഥാന പദവി, സാമ്പത്തിക പാക്കേജ്, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചന്ദ്രബാബു നായിഡു കൂടുതൽ ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്ന് പാർട്ടി അകത്തളത്തിൽ നിന്ന് തന്നെ സമ്മർദ്ദമുണ്ട്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് BJPക്കുള്ള പിന്തുണ പിൻവലിക്കുമോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നത്. ദേശീയതലത്തിൽ BJP നിരവധിയായിട്ടുള്ള പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടെയാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ TDP പോലുള്ള പാർട്ടികളുടെ നിലപാട് മാറിയാൽ അത് പാർലമെന്റിലെ കണക്കിനെയും രാഷ്ട്രീയ സുസ്ഥിരതയെയും ബാധിച്ചേക്കും. പ്രത്യേകിച്ച് പ്രതിപക്ഷം വീണ്ടും ഐക്യപ്പെടാനുള്ള ശ്രമങ്ങൾ തുടരുന്ന ഈ സാഹചര്യത്തിൽ നായിഡുവിൻ്റെ തീരുമാനം നിർണായകമാകും. കോൺഗ്രസും പ്രാദേശിക ശക്തികളും ചേർന്നൊരു പുതിയ സമവാക്യം രൂപപ്പെടുത്തുമോ എന്നുള്ള ചർച്ചകൾ അണിയറയിൽ നീങ്ങുന്നുണ്ട്. ചന്ദ്രബാബു നായിഡു ഉടൻ BJPക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.